വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡില് ബസ് കയറാൻ വന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി കൈ കൂപ്പിക്കൊണ്ട് പറയുകയാണ്, ഞാനും കൂടി ഒന്ന് കയറട്ടെ ചേട്ടാ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നിർദാക്ഷിണ്യം ഇറക്കി വിട്ടു. ഈ വിഷയം ഇപ്പൊ വലിയ ചർച്ചയാവുണ്ട്. ഇതിൽ എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഈ കൺസെഷൻ അത് നടപ്പിലാക്കാൻ ഈ ബസ് സർവീസ് നടത്തുന്നവർ തയ്യാറാകേണ്ടതല്ലേ? ഇവരുടെ കയ്യിൽ നിന്ന് മിതമായ നിരക്കിലെങ്കിലും, ചെറിയ പൈസയാണ് എന്ന് പറഞ്ഞാൽ പോലും അതാണ് അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ പെരുവഴിയിൽ പല വിദ്യാർത്ഥികളും ബസ് കയറാൻ വേണ്ടി ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും ഓടിയിട്ടുണ്ട് അതിന്റെ പുറകെ. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തിനാണ് ഇതിപ്പോ ഈ ഒരു ഭരണകാലത്തിന്റെ അല്ല, ഈ കഴിഞ്ഞുപോയ ഭരണകാലങ്ങളിലെ ആര് ഭരിച്ചാലും ഉണ്ടാകുന്ന വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയല്ലേ ഇത്? എല്ലാവരുടെയും ഓർമ്മച്ചപ്പിലുണ്ടാവുന്നതാണ് ഈ ഓട്ടം. അത്. ഞാൻ സെന്റ് ജോസഫിലാ പഠിച്ചിരുന്നത്. ഒരിക്കലും ആ ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തൂല. ഒന്നുമില്ലെങ്കിൽ നേരെ മുമ്പില് ഉം, ലോ കോളേജിന് സെന്റ് ജോസഫിന്റെ നടുക്ക്, ഉം. അല്ലെങ്കിൽ എന്താണ് ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ എറണാകുളത്ത്. എന്തായാലും നമുക്കൊരു ഓട്ട, ഒരു എക്സസൈസ്. അതുപോലെ നിർത്തുന്നതും അവിടെ നിർത്തൂല. അത് നമ്മൾ ഓടി പരിചയിച്ചിട്ടുണ്ട്. ഈ പറയുകയാണെങ്കില് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരു അപമാനം തോന്നുന്ന പോലെയാണ് പല കണ്ടക്ടർമാരും പെരുമാറുന്നത്. എടി ഓടി എന്നൊക്കെ വിളിക്കും. ഉം. ഏറി നിക്കടി, ഇറങ്ങിക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് ഇതാക്കുന്നത്. ഇയാളൊരാള് കാണിക്കാനാ. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 10 പൈസയായിരുന്നു കേട്ടോ. ഉം. പൊതുവെ പഠിക്കുമ്പോ എത്രയായിരുന്നു? 50 വയസ്സ്. 50 പൈസ. അപ്പൊ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ഈ സമയത്ത് പോകുന്ന ബസ്സുകൾ എല്ലാ ദിവസവും ഈ സമയത്ത് തന്നെയാ പോകുന്നത്. സ്കൂളിന്റെയും കോളേജിന്റെയും സമയത്തുള്ള. തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെ. അവർക്ക് എത്രമാത്രം റവന്യൂ നഷ്ടമാണ് ഉണ്ടാവുന്നത് എന്നുള്ള ആസ്പെക്റ്റും കൂടി നമ്മൾ ആലോചിക്കണം. ഉം. ഇപ്പൊ KSRTCയുടെ നഷ്ടം, സ്ത്രീകൾക്ക് ഫ്രീ യാത്ര എന്ന് പറയുന്നത് നികത്താനായിട്ട് VD സതീശന്റെ ഗവൺമെന്റ് ആക്ഷൻ എടുക്കുന്നു പറഞ്ഞ പോലെ, പ്രൈവറ്റ് ബസിന്റെ മുതലാളിമാർക്കും മുതലാളി എന്ന് പറയാൻ പറ്റില്ല, ഓണറിന് വരുന്ന നഷ്ടം കൂടെ നികത്താനായിട്ട് ഗവൺമെന്റ് ശ്രമിക്കേണ്ടതാണ്. കാരണം ചില ബസ്സുകൾ മാത്രമേ ഇത് ദുരവസ്ഥ അനുഭവിക്കുന്നുള്ളൂ. ഇന്ന് രാവിലെ തന്നെ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തില് ജോലിക്ക് വരുന്ന സ്ത്രീകളുണ്ട്. ഞാൻ ചേച്ചി ഹാപ്പി ആയില്ലേ, 10-50 രൂപ ലാഭമില്ലേ? എവിടുന്ന് മോളെ, നമ്മളാ വരുന്ന സമയത്തൊന്നും ബസ്സില്ല. ഉം. ഇനിയിപ്പൊ ഉണ്ടെന്ന് വെച്ചോ, ഇങ്ങേർക്ക് കാഞ്ഞ ബുദ്ധിയല്ലേ. ഉം. കാരണം ആ സമയത്തൊന്നും ബസ് 2 ദിവസം വരാണ്ടായ ഇവര് മറ്റേല് കയറുമല്ലോ. അതെ. അങ്ങനെയും ലോസ് അവർക്ക് മേക്കപ്പ് ചെയ്യാല, ആരാ മോനല്ലേ. ഉം. അപ്പൊ ഇവര് പറയാണ്. അതുപോലെ പല സ്ത്രീകളോടും രാവിലെ വീടുകളിലേക്ക് പോകുന്ന സ്ത്രീകളെ നമുക്ക് കണ്ടാലറിയാം, വീട്ടു ജോലിക്ക് ഉം. പോകുന്ന സ്ത്രീകളെ. ഞാനിങ്ങനെ ഇറങ്ങി നിന്ന് ഹാപ്പി ഇല്ലേ ഹാപ്പി ഇല്ലേന്ന് ചോദിക്കും. ആരും ഹാപ്പി അല്ല. ഇവർക്കൊക്കെ പുറപ്പെടേണ്ട സമയത്ത് ബസ്സുകളേ ഇല്ല. ഉം. ഓടിക്കൊണ്ടിരുന്ന ബസ്സുകൾ പോലും ഇപ്പൊ ഓടുന്നില്ല. അപ്പൊ ഒരു സൗജന്യം കൊടുത്തു പ്രിയദർശിനി, ഉം. പ്രിയദർശിനി ഉം. എന്നൊക്കെയാണ് പലതും പറയുന്നത്. പ്രിയദർശിനി സ്ത്രീകൾക്കുള്ള ഫ്രീ സർവീസ്. അപ്പൊ നമ്മൾ കണ്ടല്ലോ പ്രസിദ്ധ, അതിന്റെ മുമ്പിലൊക്കെ ഫാസ്റ്റ് 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 എന്ന് അതെ, അതെ. ഒട്ടിച്ച് സിറ്റി വെക്കുന്ന ഫാസ്റ്റ്. സിറ്റി ഫാസ്റ്റ് എന്ന്. അതിനിടയ്ക്ക് ഒരു തമാശയും പറ്റി. ഞാൻ കണ്ട CITU CATY എന്നാണല്ലോ. അപ്പൊ ഉം. ഇങ്ങനെ നോക്കും, ഒരാളിങ്ങനെ പതുക്കെ കൊണ്ടുമ്പോ ഞാൻ ഈ തലയൊക്കെ വളച്ചു പിടിച്ച് നോക്കുമ്പോ CIT നെ കാണുന്നുള്ളൂ. ഉം. CITUവിന്റെ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോകുന്നു. പിന്നെയാണ് അവിടെ കൊണ്ട് ഒട്ടിക്കുമ്പോ കാണുന്നത് CITY സിറ്റി ഉം. എന്ന് കാണുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പദ്ധതി വച്ചിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ വിഷയം അതല്ല. ഈ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ആ വീഡിയോ ഭയങ്കരമായിട്ട് ആരുടെയും ഹൃദയത്തെ എന്താ പറയുന്ന ഒരു വിഷമത്തിലാക്കുന്നത്. കൈ കൂപ്പി പറയും. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ അടുത്തതിന് അടിയാ. അതെ. എന്താണ് താൻ അങ്ങനെ പറഞ്ഞു ഇങ്ങോട്ട് പാടോന്നും പറഞ്ഞ് രണ്ടടി പിടിച്ച് കുലിക്കും. അത് ഇതൊക്കെയാവും. പ്രത്യേകിച്ച് മഴക്കാലമാണ്. കുട്ടികൾക്ക് പരീക്ഷയുടെ സമയം വരാൻ പോകുന്നു. ഒരു ബസ് മിസ് ചെയ്താൽ പലർക്കും മണിക്കൂർ കഴിഞ്ഞിട്ടേ അടുത്ത ബസ്സുള്ളൂ. അതെ. അപ്പൊ പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ആ സമയത്ത് വീട്ടിലെത്തിയില്ലെങ്കിൽ അച്ഛനമ്മമാരും കൂടെ ഭയങ്കര ടെൻഷൻ ആവും. സ്കൂളിലേക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല എന്നുണ്ട്. അപ്പൊ വിളിച്ച് ചോദിക്കാൻ പറ്റൂല, എങ്ങോട്ട് പോയി എവിടെ പോയി. അവര് ആ 1 മണിക്കൂർ അനുഭവിക്കുന്ന വിഷമം. ഈ കണ്ടക്ടർ, ഇപ്പൊ നമ്മൾ അറിയുന്ന ന്യൂസ് പ്രകാരം അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ, ലൈസൻസ് കണ്ടക്ടർ സസ്പെൻഡ്. ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എന്നാണ് നമ്മൾ അറിയുന്നത്. രാവിലെ കേട്ടത് അതിനെക്കുറിച്ച് ആലോചന ഉം. നടക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ ഓൾറെഡി സസ്പെൻഡഡ് ആണ്. ഇത് കണ്ടക്ടർമാർക്ക് ഒരു വാർണിംഗ് ആയിരിക്കട്ടെ. അവരും ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ഉം. അവർക്ക് ശമ്പളം കൊടുക്കുന്ന മുതലാളിയുടെ ബഡ്ജറ്റിനെ അഫക്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന്റെ സ്വന്തം ബസ്സല്ല. എന്താണെങ്കിലും അദ്ദേഹം ചെയ്തത് ഏറ്റവും വലിയ ദുഷ്കർമ്മമാണെന്നേ പറയാൻ പറ്റുള്ളൂ. 2 കുട്ടികളെ ഉം. കയറ്റിക്കൊണ്ടുപോയി. ഇനിയിപ്പോ അവിടെ വീട്ടിൽ ചെല്ലുമ്പോ അടുത്ത വീട്ടുകാര്, എടാ എന്റെ മോനെന്താ, അയ്യോ അവന് ബസ് കിട്ടിയില്ല എന്നൊക്കെ അതെ. പറഞ്ഞാൽ അച്ഛന്റെ അമ്മയുടെ മനസ്സിലൊരു ചിന്ത വരും, അവൻ മനഃപൂർവ്വം വരാത്തതാണോ?
അതെ, അതെ, അല്ലെ? അതെ. ഇപ്പൊ ഇതിങ്ങനെ ആയതുകൊണ്ട് ഓക്കെ. അല്ലെങ്കിൽ സാധാരണഗതിയിൽ അച്ഛനമ്മമാരായിരിക്കും അതെന്താപ്പാ മറ്റവൻ വന്നല്ലോ, ഫ്രണ്ട് വന്നല്ലോ, ഇവനെന്താ വരാത്തെ, അവന് ബസ് കിട്ടിയല്ലോ, ഇവനെന്താ ബസ് കിട്ടാത്തെ, അങ്ങനെ വീട്ടിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഇത് കാരണമാകും. അപ്പൊ ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ അവർ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയാണ്. അപ്പൊ അവർക്ക് സമാധാനമായിട്ടും സന്തോഷമായിട്ടും മനസ്സിലൊരു അവഹേളനം തോന്നാത്ത പോലെ സ്കൂളിൽ പോയി പഠിച്ചു കൊണ്ടുവരാനും ഒക്കെ ഒരു ഉം, കടമ നമ്മളും കൂടി നിർവഹിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇവര് പറഞ്ഞിട്ടല്ല, ഗവൺമെന്റ് സ്വന്തമായിട്ട് തീരുമാനിച്ചിരിക്കുന്നതാണ്. കുട്ടികൾക്ക് അവരുടെ ഇതുണ്ടെങ്കിൽ നെയിം ബാഡ്ജും ഓഫീസിന്റെ സ്കൂളിന്റെ ടാഗും ഉണ്ടെങ്കിൽ അതെ. ഇത്രയും പൈസ കൊടുത്താൽ മതി എന്ന് ഗവൺമെന്റ് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അതൊരു നിയമമാണ്. അപ്പൊ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ബസിന്റെ ഓണർമാരും കണ്ടക്ടർമാരും ഡ്രൈവറും ഒക്കെ. അതുപോലെ കുട്ടികൾ അവർക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ അർഹതപ്പെട്ട അവർക്ക് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു കൺസെഷൻ. കൺസെഷൻ അവര് ചോദിക്കുന്നു. അത്രേ ഉള്ളൂ. അല്ലെ? പല ഇതിലിപ്പോ ആരെയും കുറ്റം പറയാനായിട്ട് പറ്റില്ല. ഇപ്പൊ ഉം, മാം പറഞ്ഞല്ലോ, ഉം, പ്രൈവറ്റ് ബസ് ഉം, അവരുടെ ഉം, ഓണേഴ്സിന്റെ ഒരു ബുദ്ധിമുട്ട്. ഉം, ഇങ്ങനെയാണെങ്കിൽ ഇത് ചർച്ച നടത്തേണ്ടത് സത്യത്തിൽ ഇവരും സർക്കാരും തമ്മിലാണ്. ഉം, ഇതിപ്പോ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ചർച്ച നടത്തുന്നത് പൈസ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഉം. അപ്പൊ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള അപമാനമോ ഇതൊന്നും ഇല്ലാതെ പോയി വരാനുള്ള ഒരു സൗകര്യം സത്യത്തിൽ ഒരു സർക്കാർ ചെയ്തു കൊടുക്കേണ്ടതല്ലേ? പ്രജിത് വന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നേ, ഈ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കൺസെഷൻ എന്തുകൊണ്ട് വിദ്യാർത്ഥികൾക്കും കൂടെ കൊടുത്തുകൂടാ? എന്തിന് 5 പൈസ 5 രൂപ? ഇപ്പൊ ടിക്കറ്റ് ഇപ്പൊ നമ്മള് ടിക്കറ്റ് അവര് കീറും, ഉം. അതായത് ടൈപ്പ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ആ പ്രിന്റ് ഔട്ട് തിരിച്ചിറങ്ങുമ്പോൾ കൊടുക്കുമ്പോൾ ആ പ്രിന്റ് ഔട്ടിന്റെ ടോട്ടൽ കോസ്റ്റ് നോക്കിയിട്ടാണ് മാസാവസാനം KSRTCക്ക് പൈസ ബാധ്യത തീർക്കാൻ പോകുന്നതാണ് നമ്മൾ ഉം. മനസ്സിലാക്കുന്നത്. അതുപോലെ 100 കുട്ടികൾ ആ ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റ് പ്രൈവറ്റ് ബസ് മുതലാളി കാണിക്കട്ടെ, അത് ഗവൺമെന്റ് സബ്സിഡി ആയിട്ട് തിരിച്ചു കൊടുക്കട്ടെ. അങ്ങനെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ കുട്ടികൾ ഇന്ന് അനുഭവിക്കുന്ന മാനസിക വിഷമത്തിന് ഒരു പരിഹാരമായില്ലേ? ഉം. അവർക്കും ഇതായിട്ട് പോകാം, ഡീസന്റ് ആയിട്ട് പോകാം, അവർ നിന്ന് പോകണ്ട. എത്ര ചെറിയ കുട്ടിയാണെങ്കിലും എത്ര വയ്യാത്ത കുട്ടികളും, പ്രത്യേകിച്ച് നമ്മുടെ ആർത്തവ സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പിടിച്ചു തൂങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാല് വളരെ ബുദ്ധിമുട്ട്. അതെ, ഇരിക്കാൻ അതെ. സമ്മതിക്കില്ല, ഇല്ല, ഇല്ല. ഇരിക്കാൻ സമ്മതിക്കില്ല. ഈവൻ ഭയങ്കര മോശമായ വളരെ വാക്കുകളാണ്. മോശമായിട്ട് നീ നിക്കടി, അവളോ തൂങ്ങി പിടിച്ച് നിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഉം, കുറച്ച് പൊക്കം കുറവാ. ഓടി വന്ന് ഞങ്ങളെ ആരുടെങ്കിലും വയറ്റിൽ ചുറ്റിപ്പിടിച്ച് നിൽക്കും, മുകളിൽ പിടിച്ചു നിൽക്കാനായിട്ട് കിട്ടില്ല. പറ്റൂല. ഇതെന്താണ് ഇവിടെ കെട്ടിപ്പിടിച്ചത്, കളിയാണോ? ഇങ്ങനെ ഒരു തരം അതെ, വൃത്തികെട്ട അതെ. മട്ടില് സപ്പാത് കേട്ട് ചിരിക്കാൻ കുറെ വഷളന്മാരും എന്ന് പറഞ്ഞ് ചിരിച്ചിതാക്കാൻ ആ കുട്ടിയെ കൈ മുകളിൽ എത്താഞ്ഞിട്ടാണ്. അതെ. അല്ലെങ്കിൽ ഓടി വന്ന് സീറ്റിന്റെ പുറകിലെ ബാറിൽ ഇങ്ങനെ പിടിച്ചിരിക്കും, ഇതൊന്നും ചാടി നിൽക്കും, നീ കേക്കടി. അവിടെ ഇരിക്കുന്ന അമ്മ പോലും ഇങ്ങനെ ഒരു നോട്ടമുണ്ട്, എന്റെ മേത്തേക്ക് എന്തിനാ ചാഞ്ഞു കിടക്കുന്നേ എന്നുള്ള മട്ടില്. ഇത്രയൊക്കെ സഹിച്ചു പോയിട്ടാണ് നമ്മുടെ കുട്ടികൾ IAS-ഉം ഡോക്ടറും എഞ്ചിനീയറും സ്കൂൾ അധ്യാപകരും എന്താ അവർ ആഗ്രഹിക്കുന്നൊക്കെ ആക്കുന്നത്. പക്ഷെ ആ പഠനകാലത്ത് അവർ മനസ്സിൽ അനുഭവിച്ച വേദന ഒരു വേദന തന്നെയാണ്. പല കുട്ടികളോടും സംസാരിച്ചു. അവര് പറയുന്നത് ഇപ്പൊ ഞങ്ങൾ പ്രതികരിക്കുന്നുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മോശമായിട്ട് കണ്ടക്ടർ പെരുമാറുന്ന കാണുമ്പോൾ ഞാൻ പ്രതികരിക്കാറുണ്ട്. പക്ഷെ എന്നെ ഇതുപോലെ വഴക്ക് പറഞ്ഞ സമയത്ത് അവിടെ ഇരുന്ന ഒരു ചേട്ടന്മാരോ ചേച്ചിമാരോ എനിക്കൊരു സപ്പോർട്ടായിട്ട് വന്നിട്ടില്ല. അതിന്റെ മനസ്സിൽ വിഷമമുള്ളതുകൊണ്ട് ഞാൻ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഈ ഫ്ലോറിൽ ഇരുന്ന് VD സതീശൻ മന്ത്രിയോട്, അല്ലെങ്കിൽ CP ജോൺ അല്ലേ, അതെ. എന്താണ് ഗതാഗത വകുപ്പ്. ഗതാഗത വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിനോട് പറയാനുള്ളത് നല്ല ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഈ ബസിന്റെ കുട്ടികളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ ഒരു പരിധി വരെ സഹായിക്കും ഇങ്ങനൊരു തീരുമാനം. അതെ, ഞങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാം. പെൺകുട്ടികൾക്ക് 1000 രൂപ കൊടുക്കുന്നുണ്ടല്ലോ, അതെ. കോളേജിൽ പഠിക്കുന്ന. അപ്പൊ ആൺകുട്ടികൾക്ക് ഉള്ള വിദ്യാഭ്യാസത്തിന് അവർ പോകുന്ന ടിക്കറ്റിന്റെ പൈസ ഒന്ന് കോമ്പൻസേഷൻ ആക്കട്ടെ. 1000 രൂപ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നു, പെൺകുട്ടികൾക്ക് 1000 രൂപ, കോളേജിൽ പഠിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഉം. 1000 രൂപ കൊടുക്കുന്നു പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആൺകുട്ടികൾക്ക് ചെലവാകുന്ന ഈ പ്രൈവറ്റ് ബസ്സിലെ പൈസയും കൂടെ കോമ്പൻസേറ്റ് ചെയ്യട്ടെ. അപ്പൊ അവർക്കും നല്ല ആത്മാഭിമാനത്തോടെ പോകാമല്ലോ. പോകാമല്ലോ. ഇന്നലെ നമ്മൾ കണ്ടത് ആൺകുട്ടികളെയാണ് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അതെ, അതെ. എന്നിട്ട് അതിലൊരു ആൺകുട്ടിയാണ് കൈ കൂപ്പി ചോദിക്കുന്നേ, എന്ത് നല്ല മനസ്സുള്ള ഒരു മോനല്ലേ, വേറെ പലരും ആയിരുന്നെങ്കിലേ അതെ, അതെ. നല്ല ഇപ്പോഴത്തെ നല്ല കുട്ടികളൊക്കെ. പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും, വല്ലാണ്ട് പ്രതികരിക്കും, ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്നെങ്കിൽ ഒരു കയ്യാങ്കളിയിലേക്ക് പോയേനെ. ഉം. അത് കണ്ട് ഈ കുട്ടികൾ കൂടെ ഉണ്ടല്ലോ, വേറെ കുട്ടികൾ, അവരും ശക്തമായി പ്രതികരിച്ചേനെ. അപ്പൊ ആ മോനോട് എനിക്ക് പറയാനുള്ള, മോനെ, മോൻ മിടുക്കനാണ്. മോൻ ആ സമയത്ത് പ്രതികരിക്കേണ്ട രീതിയിൽ നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു, നമ്മളുടെ ഭാരത സംസ്കാരം നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു, അതുപോലെ മോൻ പെരുമാറി. മോന്റെ അച്ഛനും അമ്മയും മോനെ വളരെ നന്നായിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ VD സതീശൻ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നു, ഞങ്ങളുടെ കുട്ടികൾ മാന്യമായിട്ട് പോയിട്ട്
വരട്ടെ. അവർക്ക് ഇതുപോലത്തെ അവഹേളനങ്ങൾ സഹിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. കാരണം സ്റ്റേറ്റ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. നിയമമാണ്. നിയമം അനുസരിക്കുന്ന ലോ അബൈഡിങ് സിറ്റിസൺസ് ആണ് നമ്മുടെ കുട്ടികൾ. അവരെ ഒരു കയ്യാങ്കളിയിലേക്കും അപമാനത്തിലേക്കും തള്ളിവിടാണ്ടിരിക്കാനായിട്ടുള്ള ഇപ്പൊ ബഡ്ജറ്റാണ് നാളെ. അതെ. ആ ബഡ്ജറ്റിന്റെ സമയത്ത് ഞങ്ങൾ റിക്വസ്റ്റ് അമ്മമാരൊക്കെ കൂടെ ചേർന്ന് വയ്ക്കുന്നു. പ്ലീസ് നമ്മളുടെ കുട്ടികളെ ഇങ്ങനെ അപമാനത്തിലാക്കണ്ട. അവർക്ക് കിട്ടാനുള്ള അവർക്ക് കൊടുക്കൂ. അല്ലേ? അതെ.